നമസ്കാരം. ഇറാനെ സഹായിക്കുന്ന രാജ്യത്തെ ഞങ്ങൾ ബോംബിട്ട് തകർക്കും. ലോകരാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തി സ്കോട്ട് ബൈസൺ. ഇറാൻ്റെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായിട്ട് തകർക്കുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്ക സമ്മർദ്ദം കുറച്ചുകൂടി കടുപ്പിക്കുകയാണ്. ഇറാനുമായിട്ടുള്ള സാമ്പത്തിക ബന്ധം തുടരുകയും കള്ളപ്പണം വെളുപ്പിക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്ന രാജ്യങ്ങളെ ഡോളർ വിനിമയ സംവിധാനത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും പുറത്താക്കുമെന്ന കടുത്ത മുന്നറിയിപ്പാണ് അമേരിക്ക നൽകിയിരിക്കുന്നത്. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ്റെ മുന്നറിയിപ്പ് ഭീഷണിയുടെ സ്വരത്തിലാണ്. ഇറാനുമായിട്ടുള്ള സാമ്പത്തിക ബന്ധങ്ങൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ തയ്യാറാകാത്ത രാജ്യങ്ങൾ അവർക്ക് ശക്തമായിട്ടുള്ള ഉപരോധം നേരിടേണ്ടി വരുമെന്നാണ് ബെസൻ്റെ നിലപാട്. ഉപരോധ ഭീഷണി നേരിടാൻ സാധ്യതയുള്ള രാജ്യങ്ങളുടെ പേരുകൾ അദ്ദേഹം നേരിട്ട് പറഞ്ഞില്ല എങ്കിൽ കൂടിയും നിലവിലെ സംഘർഷ സാഹചര്യത്തിൽ ഇനി ആർക്കും ഇരുപക്ഷത്തും ചേരാതെ നിലപാടെടുക്കാൻ കഴിയില്ല എന്ന വ്യക്തമായിട്ടുള്ളൊരു സന്ദേശമാണ് അമേരിക്ക നൽകുന്നത്. കൊലയാളി ഭരണകൂടമെന്ന് വിശേഷിപ്പിച്ച ഇറാനുമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകുമെന്നും അമേരിക്കൻ നിലപാടിൽ യാതൊരു തരത്തിലുള്ള അവ്യക്തതയുമില്ലെന്നുമൊക്കെ ബസൻ്റെ ഭീഷണിയുടെ സ്വരത്തിൽ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഇറാനുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടിൽ ഏർപ്പെടുന്നവർ അമേരിക്കൻ അധികാരത്തിൻ്റെ പൂർണ്ണമായിട്ട് പ്രഹരശേഷി നേരിടേണ്ടി വരും. ആ രാജ്യങ്ങളിൽ മിസൈൽ വർഷം ചൊരിയുന്നതിനും തങ്ങൾ മുതിരാതിരിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇറാനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന രാജ്യങ്ങൾക്ക് ഒടുവിൽ ഇറാൻ്റെ ഒറ്റപ്പെടലിൽ പങ്കുചേരേണ്ടി വരപ്പെടുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. നിലവിൽ ചൈന, തുർക്കി, UAE എന്നിവയാണ് ഇറാൻ്റെ പ്രധാന ആഗോള വ്യാപാര പങ്കാളികളെന്ന് പറയപ്പെടുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധം 6 മാസം പിന്നിടുന്ന സാഹചര്യത്തിലാണ് ഇറാൻ്റെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായിട്ട് തകർക്കുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്ക പുതിയൊരു സമ്മർദ്ദതന്ത്രം ശക്തമാക്കുന്നത്. സാമ്പത്തിക ബന്ധങ്ങൾ തുടരുന്ന രാജ്യങ്ങളെ കൂടി സമ്മർദ്ദത്തിലാക്കാനുള്ള അമേരിക്കൻ നീക്കം മേഖലയുടെ വ്യാപാര ബന്ധങ്ങളിലും വലിയ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഇറാനെതിരായിട്ടുള്ള ഈ സാമ്പത്തിക ഉപരോധ നടപടികൾ കൂടുതൽ ശക്തമാക്കുകയാണ് അമേരിക്ക. അതായത് ഇറാനെ സാമ്പത്തികമായിട്ട് ഒറ്റപ്പെടുത്താൻ ലക്ഷ്യമിട്ട് രാജ്യത്തിൻ്റെ വരുമാന സ്രോതസ്സുകളെല്ലാം അടച്ചുപൂട്ടുന്ന ഓപ്പറേഷൻ എക്കണോമിക് ഔട്ട്കാസ്റ്റ്, അതാണ് US സെക്രട്ടറി സ്കോട്ട് ബെസൻ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇറാനുമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ തുടരുന്ന മറ്റു രാജ്യങ്ങൾക്കെതിരെയും ഉപരോധ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറെടുക്കുകയാണ് അമേരിക്ക. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇറാനു വേണ്ടി പണമടയ്ക്കൽ തട്ടിപ്പുകളിലും കള്ളപ്പണം വെളുപ്പിക്കലിലും പങ്കാളികളാകുന്നവരെ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇറാനുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്ന ഏതൊരു രാജ്യവും സ്ഥാപനവും അമേരിക്കൻ ഉപരോധ നടപടികൾ നേരിടേണ്ടി വരുമെന്നാണ് ബസൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാനു വേണ്ടിയിട്ട് പണമടയ്ക്കൽ തട്ടിപ്പുകളിലും കള്ളപ്പണം വെളുപ്പിക്കലിലും പങ്കാളികളാകുന്നവരെ US ഡോളർ സാമ്പത്തിക ശൃംഖലയിൽ നിന്ന് നീക്കം ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പടി. ഇപ്പോൾ ഡിജിറ്റൽ അസറ്റുകൾ, സാങ്കേതികവിദ്യ, സ്വർണം, വ്യോമയാനം, ഷിപ്പിംഗ് തുടങ്ങിയ 5 പ്രധാന മേഖലകളെ കേന്ദ്രീകരിച്ചാണ് പുതിയ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചൈന, തുർക്കി, UAE തുടങ്ങിയ രാജ്യങ്ങളിലാണ് നിലവിൽ ഇറാൻ്റെ വലിയ വ്യാപാര പങ്കാളികളായി അറിയപ്പെടുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഏതൊക്കെ രാജ്യങ്ങൾക്കെതിരെ ആവും സെക്കൻഡറി ഉപരോധങ്ങൾ ഏർപ്പെടുത്തുക അല്ലെങ്കിൽ ചുമത്തിവെക്കുക എന്നുള്ള കാര്യം അമേരിക്കൻ ട്രഷറി സെക്രട്ടറി തുറന്നു പറഞ്ഞില്ല എങ്കിൽ കൂടിയും അമേരിക്കയുടെ കർശന നിലപാടിൽ നിന്ന് ആർക്കും ഒഴിവാകാനാകില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ അമേരിക്കയും ഇസ്രായേലും നടത്തിയ വ്യോമാക്രമണങ്ങളും മാസങ്ങളായി തുടരുന്ന US നാവിക ഉപരോധവും ഒക്കെ കാരണം ഇറാൻ്റെ സാമ്പത്തിക മേഖല എന്ന് പറയപ്പെടുന്ന വലിയ തകർച്ച നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. രാജ്യത്തെ പണപ്പെരുപ്പം രൂക്ഷമായതോടുകൂടി ഇറാനിയൻ റിയാലിൻ്റെ മൂല്യം എന്ന് പറയപ്പെടുന്ന ഡോളറിനെതിരെ റെക്കോർഡ് ഇടിവ് കുറച്ച് ഏകദേശം 2.02 ദശലക്ഷത്തിലെത്തിയിരിക്കുകയാണ്. യുദ്ധം ആരംഭിച്ചതിന് ശേഷം അരി, മാംസം തുടങ്ങിയ അവശ്യ സാധനങ്ങളുടെ വില കുതിച്ചുയരുകയും ചെയ്യുന്നുണ്ട്. ഇറാൻ്റെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം, അതായത് ഈ GDP എന്ന് പറയപ്പെടുന്ന 5% കൂടുതൽ തകർച്ച നേരിടുമെന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര നാണയനിധി എന്ന് പറയപ്പെടുന്നത് ഈ IMFൻ്റെ ഒരു വിലയിരുത്തലുണ്ടായിരിക്കുന്നത്. ഇറാൻ പൂർണ്ണമായിട്ടും തകർച്ചയിലേക്ക് നീങ്ങുകയാണ് എന്നുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവന, അതിനെക്കുറിച്ചുമൊക്കെ വലിയ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇറാനെതിരെ സാമ്പത്തിക D-Day ആരംഭിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഇവരെ സഹായിക്കുന്ന രാജ്യങ്ങളെ ആഗോളമായിട്ട് ഒറ്റപ്പെടുത്തുക എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്നു. ആഗോളമായിട്ട് ഒറ്റപ്പെടുത്തുക എന്ന് വെച്ചാൽ അവർക്കും സാമ്പത്തിക സഹായങ്ങൾ നൽകാതിരിക്കുക, അവർക്കെതിരെ വേണമെങ്കിൽ മുന്നറിയിപ്പില്ലാതെ യുദ്ധത്തിന് ഒരുങ്ങിയിറങ്ങുക, ബോംബ് വർഷം നടത്തുക, മിസൈലുകൾ ഇടുക എന്നുള്ള പ്രക്രിയ അത് തുടങ്ങാൻ തയ്യാറാകുമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മുന്നറിയിപ്പ് ഇപ്പോൾ US ട്രഷറി സെക്രട്ടറിയുടെ സ്കോട്ട് ബെസൻ്റെ എഴുതിയ ലേഖനത്തിൽ മണിക്കൂറുകൾക്ക് ശേഷം ട്രംപിൻ്റെ ഒരു പരാമർശം കൂടി വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇറാൻ്റെ സൈനിക ശേഷി തകർക്കുകയും അവരുടെ പ്രതിരോധ ഫാക്ടറികൾ ഭൂരിഭാഗവും നശിപ്പിക്കുകയും ആണവായുധ പദ്ധതി തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തിട്ട് ഉണ്ട് എന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള അവകാശവാദങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട്. അതായത് അമേരിക്ക പറയുന്നത് ഇറാനെ തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞു,
ഇറാൻ്റെ സൈനിക ശേഷിയെ തകർത്ത് കഴിഞ്ഞു, അവരുടെ പ്രതിരോധ ഫാക്ടറികൾ ഭൂരിഭാഗം നശിപ്പിച്ചു കഴിഞ്ഞു, ആണവായുധ പദ്ധതിയെ തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞു എന്നൊക്കെയാണ് ഇവർ അവകാശവാദം ഉന്നയിക്കുന്നത്. പക്ഷേ ഇപ്പോഴും യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയപ്പെടുന്ന ഇറാനെതിരെ വീണ്ടും ഉപരോധമല്ലാതെ മറ്റൊന്നും ചെയ്യാൻ അമേരിക്കയ്ക്ക് കഴിയുന്നുമില്ല. ഏറ്റവും പുതിയ US നടപടികൾ എന്ന് പറയപ്പെടുന്ന അമേരിക്കയുടെ സൈനിക തോൽവിയുടെ സമ്മതപത്രമാണ് എന്നാണ് ഇറാൻ അഭിപ്രായപ്പെടുന്നത്. US-ൻ്റെ സാമ്പത്തിക യുദ്ധത്തിലേക്ക് കടക്കുന്നത് ബൈസണിൻ്റെ അവകാശവാദങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കുന്നുവെന്ന് ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രിയായിട്ടുള്ള കാസം ഗരീബാബാദി പറയുന്നുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇസ്രായേൽ തിരിച്ചടിക്കാൻ തയ്യാറായി ഒരുങ്ങി നിൽക്കുന്നു. ഫെബ്രുവരിയിൽ US-ഉം ഇസ്രായേലും യുദ്ധം ആരംഭിച്ചതിന് കാരണമായിട്ട് ചൂണ്ടിക്കാണിച്ചത് ഇറാൻ്റെ ആണവ പദ്ധതിയായിരുന്നു. എന്നാൽ യുദ്ധം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആഗോള എണ്ണ വാതക വിതരണത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ഹോർമൂസ് പ്രതിസന്ധി പ്രധാന തർക്ക വിഷയമായിട്ട് ഉയർന്നു വരുന്നു. അപ്പോൾ യുദ്ധത്തിന് മുൻപ് ഗതാഗതം തടഞ്ഞിരുന്നില്ല എങ്കിലും നിലവിൽ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം ടെഹ്റാൻ തടസ്സപ്പെടുത്തുന്നത് തുടരുകയാണ്. അപ്പോൾ ഈ തടസ്സം ഊർജ്ജ ഷിപ്പിംഗ് ചെലവുകൾ ഉയർത്തുകയും ആഗോളതലത്തിൽ പണപ്പെരുപ്പ സമ്മർദ്ദം അത് വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണ്. നവംബറിലെ മിഡ് ടേം തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുമുള്ള ആഭ്യന്തര സമ്മർദ്ദം കൂട്ടുകയും ചെയ്യുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇനി ഒന്ന് കയറി മുന്നോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഭയന്ന് പിന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് ട്രംപിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെടുക്കുന്ന ചില തീരുമാനങ്ങൾ ഇറാനെ ഇനി ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ, അത് സാമ്പത്തികമായിട്ടാണെങ്കിലും ആയുധപരമായിട്ടാണെങ്കിലും വേറെ ഏതെങ്കിലും തരത്തിൽ ഇറാനെ സഹായിക്കുന്ന രാജ്യങ്ങളുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ ബോംബിട്ട് തകർക്കുമെന്നുള്ള ഭീഷണി മുന്നോട്ട് വെക്കുന്നു. ലോകരാജ്യങ്ങളെ അടക്കം ഭീഷണിപ്പെടുത്തുന്ന ഒരു സന്ദേശമാണ്, ഒരു അവകാശവാദമാണ് മുന്നോട്ട് വെക്കുന്നത് സ്കോട്ട് ബെസന്റ്. അത് പക്ഷേ എത്രത്തോളം US-ന് അമേരിക്കയ്ക്ക് ഗുണകരമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട്.